ചേലക്കരയിൽ 4 റൗണ്ട് വോട്ടെണ്ണിയപ്പോഴേക്കും വിജയമുറപ്പിച്ച് കെ രാധാകൃഷ്ണൻ അടക്കമുള്ളവർ ചെറുതുരുത്തി സ്കൂളിന് മുന്നിലെത്തി. ഈ വോട്ടിംഗ് കേന്ദ്രത്തിന് മുന്നിൽ ആഹ്ലാദം പങ്കിടുകയാണ് അപ്പോൾ അദ്ദേഹം. നമുക്കൊപ്പം ചേരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ UR പ്രദീപിനൊപ്പം തന്നെ വെല്ലുവിളിക്കപ്പെട്ട ഒരാളാണ് താങ്കൾ. പ്രത്യേകിച്ച് കെ രാധാകൃഷ്ണൻ്റെ ലെഗസി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമോ എന്ന് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു. താങ്കളുടെ കൂടി വിജയമാണ്, അല്ലെങ്കിൽ താങ്കളാണ് ഒരുപക്ഷെ വിജയത്തിന് മുന്നിൽ നിൽക്കുന്നത്. ഒന്നാമത്തെ വിജയം എന്ന് പറയുന്നത് ഈ വിജയം ഇടതുപക്ഷത്തിൻ്റെ വിജയം, ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ വിജയമാണ്, ജനങ്ങളുടെ വിജയമാണ്. ഏതെങ്കിലും വ്യക്തിയുടെ മാത്രമായിട്ടുള്ള വിജയമായിട്ട് ഇതിനെ ചുരുക്കരുത്. ഇത് ജനങ്ങളുടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെയും വിജയമായിട്ടാണ് ഈ വിജയത്തെ നമ്മൾ കാണേണ്ടത്. ഈ രാഷ്ട്രീയമായ പല വിഷയങ്ങളോട് ഉയർന്നു. അധികാര പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉയർത്തി, വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉയർന്നു. പക്ഷെ അപ്പോഴൊക്കെ ഈ മണ്ഡലം ഒരു LDFിൻ്റെ കാര്യത്തിൽ കാണിച്ചൊരു സുസ്ഥിരത അത് ഈ തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുകയാണ്. ഒരു പക്ഷേ ചരിത്രത്തിലില്ലാത്ത വെല്ലുവിളി പ്രതിപക്ഷത്ത് നേരിട്ടു. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ എന്നോട് ചോദിച്ച ചോദ്യമാണ്. ആ വെല്ലുവിളിയെല്ലാം തന്നെ അതിജീവിച്ചുകൊണ്ട് ഇടതുപക്ഷം മുന്നോട്ട് വരികയും ഉജ്ജ്വല വിജയം നേടും എന്ന് അന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ സംഭവിക്കുക. ഇടതുപക്ഷത്തിനെ എല്ലാ തരത്തിലുള്ള കുപ്രചനയും കള്ളപ്രചാര വേലകളെല്ലാം തള്ളിക്കളഞ്ഞു. അപ്പോൾ ആ വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങളെ പോലും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇടതുപക്ഷ മുന്നണിക്ക് ഉജ്ജ്വല വിജയം നൽകാൻ വേണ്ടി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ന്യൂനപക്ഷ ധ്രുവീകരണം ഇടതുപക്ഷത്തിനെതിരെ ഉണ്ടാവും എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ഒരുപക്ഷെ വരവൂരും അതുപോലെ തന്നെ വള്ളത്തോൾ നഗറും ദേശമംഗലും എണ്ണിയപ്പോൾ തന്നെ അങ്ങനത്തെ ഒരു ട്രെൻഡേ ഇല്ല. ഈ തെരഞ്ഞെടുപ്പിൽ സവിശേഷമായൊരു ട്രെൻഡും ഇല്ല, വളരെ നോർമലാണ് എന്ന രീതിയിൽ തോന്നുന്നു. താങ്കൾക്ക് എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും ന്യൂനപക്ഷ ജനവിഭാഗങ്ങളടക്കം ഇടതുപക്ഷത്തോടൊപ്പം തന്നെ കൈകോർക്കും എന്നുള്ള കാര്യം ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നില്ല. കാരണം ന്യൂനപക്ഷമടക്കമുള്ള എല്ലാ വിഭാഗത്തിൻ്റെയും താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കുന്ന പ്രസ്ഥാനം ഇടതുപക്ഷമാണ്. അത് കേവലം വോട്ട് കിട്ടാൻ വേണ്ടി മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം തടസ്സങ്ങൾ വരുന്നുണ്ടോ ആ തടസ്സങ്ങൾക്ക് മുൻപിൽ എക്കാലത്തും ഇടതുപക്ഷം ഉറച്ചു നിൽക്കുന്നുണ്ട്. അത് വോട്ട് കിട്ടുക എന്നുള്ള ലക്ഷ്യം മാത്രമല്ല, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, ഇടതുപക്ഷത്തെ ഉത്തരവാദിത്തമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ആ പ്രവൃത്തിയിൽ ഞങ്ങൾ ഏർപ്പെടുന്നത്. കൊണ്ടാഴി പഴയന്നൂരൊക്കെ ഇനിയും എണ്ണാനുണ്ട്. അപ്പോൾ അവിടെ ഒരു UDFന് കുറച്ച് സ്വാധീനമുള്ള സ്ഥലങ്ങളാണ്. അവിടെ എന്തെങ്കിലും തരത്തിൽ ആശങ്കയുണ്ടോ? ഒന്നും സംഭവിക്കില്ല. പഴയന്നൂരും ഇടതുപക്ഷത്തിന് മോശമല്ലാത്ത മുന്നേറ്റം ഉണ്ടാവും. തിരുവില്ലാമല അവിടെ വെച്ചാൽ അവിടെയും മോശമല്ല. മുള്ളൂർക്കരയാണ് പിന്നെ ഒരു ചെറിയൊരു സംശയം ഉണ്ടായിരുന്നത്. അവിടുത്തെയും സ്ഥിതി ഈ നിലയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെയും മുന്നേറ്റം ഉണ്ടാക്കാം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പാർട്ടിയുടെ കണക്കനുസരിച്ച് 14,200 ലീഡ്. ആ കണക്ക് എത്തുകയാണെങ്കിൽ ഒരുപക്ഷെ പാർട്ടിയുടെ കണക്ക് ശരിയാവുന്നു എന്നൊരു വിലയിരുത്തൽ കൂടി ഉണ്ടാവും. കണക്ക് മിക്കവാറും ശരിയാവും. 14,000 എന്നുള്ള കണക്കല്ല. ഓക്കെ, വളരെ നന്ദി. ഇപ്പോൾ കെ രാധാകൃഷ്ണൻ്റെ കൂടി വിജയമാണ്. അദ്ദേഹത്തിൻ്റെ ചിരി ഒരുപക്ഷെ ഈ ചേലക്കര മണ്ഡലത്തിൽ തനിക്കുള്ള ഒരു ആധിപത്യം ഒരിക്കൽ കൂടി തെളിയിച്ചതിൻ്റെ, അല്ലെങ്കിൽ അത് ആവർത്തിച്ചതിൻ്റെ ആത്മവിശ്വാസം കൂടി പ്രകടമാണ്. ക്യാമറമാൻ രാഹുൽ ബിജുവിനൊപ്പം MK ഷുക്കൂർ, മീഡിയ 1 ചേലക്കര.